ചായക്കിപ്പോൾ എന്താ വില? പഞ്ചസാര ഇട്ടിട്ടാണോ? ആ, ദൈവം സഹായിച്ച് ബാക്കിയുള്ളവൻ ഏതാനും ഒരു ബൈക്ക് പോലും ഇല്ല. അതെങ്ങനെയാ? കയ്യിലൊറ്റ പൈസ ഇരിക്കില്ല. 10 വന്നാൽ 20 ചിലവാ. ഇനി ഒന്ന് നോക്കി വേണം ചിലവാക്കാൻ. സാറേ ഒരു ടിക്കറ്റ് കിട്ടെ. കീറണ്ട. ഇല്ലെങ്കിൽ തന്നെ മനുഷ്യനിവിടെ ചിലവ് കാരണം കീശ കീറിയിരിക്കുക. അപ്പോഴാ അതൊക്കെ നമുക്ക് തയ്ക്കണ്ടേ സാറേ? നമുക്ക് വേണ്ട, ഞാൻ ആയിക്കോളാം. ചേട്ടൻ തെല്ല്. വഴി കൂടെ പോണ വണ്ടിയും കാറും ഒക്കെ കണ്ടിങ്ങനെ വെള്ളം ഇറക്കിയിരുന്ന മതിയോ? സാറിന് വലിയ ആഗ്രഹം. അതിന് ഞാൻ വല്ല സ്മഗ്ലിങ്ങും ചെയ്യേണ്ടി വരും. സ്മാഗിലിങ്ങിനൊന്നും പോകണ്ട സാറേ. സാറിന് സ്വന്തം ബുദ്ധി ഉപയോഗിച്ചാൽ മതി. എന്റെ സാറേ, ഈ കാണുന്നവരൊക്കെ സ്ഥിരമായിട്ട് ലോട്ടറി എടുത്തോണ്ടിരുന്നവരാ. അതല്ലേ ഇവരിന്ന് സൂഹിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വില കൂടിയ കാറൊക്കെ വാങ്ങാനുള്ള കാശ് ഇവർക്ക് എവിടുന്നാ? ശരിയാ, ഞാനും ആലോചിച്ചു. ഏറ്റവും തോന്നുന്നത് പൊന്നു സാറേ, ഉദാഹരണത്തിന് ഈ ടിക്കറ്റ് കണ്ടോ? കണ്ടു. ഇതടിച്ച സാറിന് ടാക്സും കഴിഞ്ഞ് 1.5 കോടി രൂപയാ കൈ കിട്ടാൻ പോകുന്നത്. 1.5 കോടി രൂപയാ? സാറ് വെറും 50 രൂപ മുടക്കിയാ മതി. പിന്നെ ഈ മാട്ടക്കട വന്നിട്ട് ചായ കുടിക്കുന്ന കാര്യമൊന്നുമില്ല സാറേ. നമ്മുടെ കടയെ പറ്റി കുറ്റം പറയാൻ ഒരു കച്ചവടം നടക്കാൻ നേട്ടാ, വിട്ടുകളാ സാറേ. സാറേ ഒരു ടിക്കറ്റ്. ഇത്തവണത്തെ പ്രൈസ് ഫസ്റ്റ് പ്രൈസ് സാറിന് തന്നെയാ, ഉറപ്പ്. ചേട്ടന്റെ നാക്ക് അല്ല കരുതാക്ക. സാറിന് അടിക്കും സാറേ, ഗ്യാരണ്ടിയാ. എന്റെ നാരായണ, 1.5 കോടി രൂപ അടിച്ച ഒരു കുപ്പി എണ്ണ മേടിച്ച് ഒഴിച്ചോളാമേ. ആഹാ, ഓടി കാറ് കിടിലം. 50 ലക്ഷം രൂപ മുതലുണ്ടാ? കയ്യിലുണ്ടോ 50 ലക്ഷം രൂപ? ഉണ്ടാവുമ്പോ വാങ്ങാലോ. അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അതെന്താ? എടാ, ഇവിടെ സ്ഥിര ജോലി ഉള്ളവൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല 50 ലക്ഷം. പിന്നെയാണ് ഒരു പണിക്കും പോവാത്ത നീ. അങ്ങനെയുള്ളവർക്കല്ലേ ഇത്. ഇതെന്താ കണ്ടാ മനസ്സിലാവില്ലേ? ലോട്ടറി ആണാ? അത് മനസ്സിലായ ലോട്ടറി ആണെന്ന്. ഇതെന്തിനാ എന്നെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. നീ പറയുന്ന പോലെ ഒന്നല്ല കാര്യങ്ങള്. നമ്മൾ ഇന്ന് കാണുന്ന മിക്ക പണക്കാരും പണ്ട് ലോട്ടറി എടുപ്പുകാരായിരുന്നു അത്രേ. അറിയോ നിനക്ക്? ആഹാ, അതെനിക്കൊരു പുതിയ അറിവാ. ഏതായാലും ഇത് അടിച്ചാ തുടങ്ങുന്ന അടിച്ചുപൊളി പിന്നെ അത് തീർത്തിട്ടേ നിർത്താവും. ആഹാ, അത് കുറച്ച് പൊളിക്കും. എനിക്ക് കൊച്ചിയിലൊരു വില്ലയും സ്വന്തമായിട്ടൊരു ഓഡി കാറും പിന്നെ സ്വന്തമായിട്ടൊരു തിയേറ്ററും വാങ്ങണം. അതിനെ ഇത് 2 കോടി രൂപ ടിക്കറ്റ് അല്ലേ? ടാക്സ് എല്ലാം പോയിട്ട് ഏതാണ്ട് 1.5 കോടി രൂപ കിട്ടും. അത് 5 ആയിട്ട് ഡിവൈഡ് ചെയ്താല് ഏതാണ്ടല്ല ഒരു 30 ലക്ഷം രൂപ കിട്ടും. അതിനിത് ആര് ഡിവൈഡ്? അല്ലാതെ പിന്നെ മുതൽ മുടക്ക് ഞങ്ങളുടേതാ. നീ ഇതിൽ ഞങ്ങളുടെ വെറും ബിനാമി മാത്ര. എന്തെങ്കിലും തരുന്നതിന് പകരം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ അവൻ അഹങ്കാരം. ഏത് മുതല്? ആര് മുടക്കി? ഇത് റോയ്ച്ചന്റെ പൈസയാ. റോയിച്ചന്റെ കാശെന്ന് പറഞ്ഞാ എന്റെയും കൂടിയാ. എന്റെ എന്ന് പറഞ്ഞാ പാറുന്റെ സാറയുടെയും കൂടിയാ. നീ അധികം കളിച്ചാണ്ടല്ലോ. ബിനാമിയാണെന്ന് ഞാൻ നോക്കില്ലാട്ടാ. ചക്ക, വെറുതെ സുനാമി ബിനാമി എന്ന് പറഞ്ഞ ആളെ മടിയാക്കല്ലേ. മര്യാദയ്ക്ക് ആ ടിക്കറ്റിങ് എടുത്തേ. ഷെയറിങ്ങിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ട് മതി ഇനിയത്തെ കളി. ടോണി എന്താടാ? 6 ടോണി ഷെയർ 6ാമത്തെ ഷെയർ മതിയാ? അതിനി വേണോ? അവന് കിട്ടേണ്ടത് കിട്ടി. എന്റെ അമ്മോ. എന്താടീ, എന്തുപറ്റി? ഒന്നുമില്ല. പഴയതുപോലെ അമ്മയോട് കാശ് ചോദിക്കേണ്ട അവസ്ഥയായി ചെലവിന്. ജോലിയില്ലല്ലോ. തൽക്കാലത്തെ ആവശ്യത്തിന് നീ അമ്മയോട് ചോദിക്കണ്ട. എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അല്ല, നിനക്കിന്ന് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങായിരുന്നു. പക്ഷേ ക്യാഷ് അത് പറയണ്ടേ? ആ ഷെൽഫിലുണ്ടാവും, പോയെടുത്തോ. അവിടെ ഒന്നുമില്ല. ഇല്ലേ? 100ന്റെ 50ന്റെ ഒക്കെ നോട്ട് ഞാനവിടെ കണ്ടാണല്ലോ. എപ്പോ? രാവിലെ. എന്നാ പിന്നെ അവന്മാര് ചൂണ്ടിക്കാണും. ഇവന്മാരെ കൊണ്ട് തോറ്റല്ലോ. അല്ല, ഇവന്മാർക്ക് എന്തെത്ര കാശിന് അത്യാവശ്യം? ഇനി വല്ല കള്ളൂടിയും സിഗരറ്റ് ഉണ്ടോ? ആനന്ദാണെങ്കിൽ സിനിമയ്ക്ക് എവിടെയെങ്കിലും പോയി കാണും. ടോണിയുടെ കാര്യം പിന്നെ അറിയാലോ, ഗേൾസിനൊക്കെ ട്രീറ്റ് ചെയ്യാനായിരിക്കും. ഇനി നിങ്ങളാണെങ്കിലോ ബ്യൂട്ടി പാർലറിൽ കൊണ്ടേ കൊടുക്കും അല്ലേ? ഞങ്ങൾ റോയ്ച്ചന്റെ ചോദിച്ചിട്ടല്ലേ കാശ് എടുക്കാറുള്ളൂ. വേണ്ട വേണ്ട, ആരധികം പറയൊന്നും വേണ്ട. എല്ലാരും കണക്കാ. ആണല്ലോ, എന്നാ വേണ്ട, ഞാൻ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നില്ല. അയ്യോ പെണ്ണെ, പെണങ്ങല്ലേ. ഇത് വെച്ചോ. താങ്ക്സ്. പണ്ട് ഞാൻ മുംബൈയിലായിരുന്നു.
എന്നാണാവോ ഇതിന്റെയൊക്കെ ചൂടറിയാൻ പോകുന്നത്. കോഫി ഷോപ്പിലായിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞു. ഓക്കെടാ, ബൈ, ടേക്ക് കെയർ. ഇതെന്താ ടോണി ഇത്? നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ? നിങ്ങൾക്ക് എല്ലാം കൂടി 30 ലക്ഷം രൂപ വെച്ച് കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഡാ, നമുക്ക് വീതിച്ചു തരും, നീ ടെൻഷൻ അടിക്കാതെ. അതങ്ങ് ഭരണങ്ങാനം പള്ളിയിൽ പോയി പറഞ്ഞാ മതി. നീ എന്താ ട്രസ്റ്റിന്റെ പേരിലാണോ ലോട്ടറി എടുത്തേക്കുന്നത്? ഒരു ട്രസ്റ്റും ഇല്ല. എനിക്ക് ആ ലോട്ടറി വേണം. തന്നെ എനിക്കത് വേണം. നീ എന്ത് മണ്ടത്തരം പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് ഇതിന്റെ ഷെയർ കിട്ടിയേ തീരൂ. ടോണി പ്ലീസ്, ബെച്ചിന്റെ പേരിൽ 5 അടി ഇനിയും ബാക്കിയുണ്ട്. അത് മുഴുവൻ ഒറ്റയടിക്ക് വേണമെന്ന് പറയുന്നത് സെൽഫിഷ്നെസ്. അടി ഇനി 4 അടി മാത്രമേ ബാക്കിയുള്ളൂ. ഒരെണ്ണവും കുറച്ച് മുമ്പ് പാഴാക്കി. ലടാ എടാ ആനന്ദേ, ആർത്ത ചോദിച്ചിട്ട് ആ ബെറ്റിന്ന് എടുത്ത് അടിച്ചത്? അനാവശ്യ കാര്യത്തിന് ആ ബെറ്റിന്ന് എടുത്ത് അടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് എന്റെ ടിക്കറ്റാ വലുത്. അടി കൊടുത്തിട്ടും അത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ഇരിപ്പുണ്ടല്ലേ. അല്ല പിന്നെ ഞാൻ ഒരു തീരുമാനം പറയാം. പ്രൈസ് 5 ആയിട്ട് വീതിക്കണം. പിന്നെ സുനിലിന് എന്തെങ്കിലും കൊടുക്കണം. ഇതെന്താ തേങ്ങാമുറിയാണോ വരുന്നവനും പോകുന്നവനൊക്കെ വീതിച്ചു കൊടുക്കാൻ? ഡാ പോട്ടടാ, ഓരോരുത്തർക്ക് 30 ലക്ഷം വെച്ച് കിട്ടുകയല്ലേ. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അവന് എത്ര കൊടുക്കണം? എത്ര നാളെ നമ്മുടെ ആളല്ലേ, കുറയ്ക്കണ്ട. അവനൊരു 2000 രൂപ വെച്ച് ഈ മാസം കൂട്ടി കൊടുത്തേക്കാം. അയ്യേ, എന്താ ടോണി ഇത്? ഒരു മീൻ ചന്തയില് ബാർഗെയിൻ ചെയ്യുന്ന പോലെയുണ്ട്. എന്താണ് ഈ ഒരു അയ്യേ? ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാശ ചുമ്മാ കണ്ടവർക്ക് കൊടുക്കുമ്പോ അല്പം ചങ്ക് പൊള്ളും. ആദ്യം അറിയേണ്ടത് നീ 5 ആയിട്ട് ഷെയർ ചെയ്യുമെന്നാ. പിന്നേലെ 6ാമതിന്റെ. ഒന്ന് സമ്മതിക്ക്, ഇങ്ങനെ കടിച്ചു കിടക്കാതെ. ഒന്നുമില്ല, ഇത്രയും കാലം തിന്നതിന്റെ നന്ദിയെങ്കിലും കാണിക്കും. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. 30 ലക്ഷമെങ്കിൽ 30 ലക്ഷം. വീണ്ടും ചമ്മി. ദേവേട്ടനോ? പാറു എന്താ ഇവിടെ? ക്രെഡിറ്റ് കാർഡ് വല്ലതും എടുത്തോ? ദേവേട്ടാ, ഞാൻ പിന്നെ അല്ല, ഏതോ ഒരു കുട്ടി ഇവിടെ ഇന്റർവ്യൂവിന് വരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ തന്നെയാണ് ഇന്റർവ്യൂവിന് വന്നത്. ഒരു ജിം ഇൻസ്ട്രക്ടർ ക്രെഡിറ്റ് കാർഡിന്റെ വെരിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോ? ഓ, അപ്പൊ ജിമ്മിലെങ്ങും പോണ്ടേ? അല്ല, അത് ഞാൻ വിട്ടു. അതേതായാലും നന്നായി. ഏതായാലും ഒരു ആപത്ത് വന്നപ്പോ പാറു എന്നെ തന്നെ തേടി വന്നല്ലോ, ഈ ദേവേട്ടന്റെ അടുത്ത്. ഇരിക്കു പാറു. റോയ് വന്നിട്ടുണ്ടോ? ഉണ്ട്, പുറത്ത് ഫ്രണ്ടിനോട് സംസാരിക്കുക. എന്താ വിളിക്കണം? വേണ്ട 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 വേണ്ട, ചോദിച്ചതേ ഉള്ളൂ. പിന്നെ പറ, പുതിയ വീട്ടിലെ താമസമൊക്കെ എങ്ങനെയുണ്ട്? സുഖം. പിന്നെ ദേവേട്ടാൻ എപ്പോഴാ ഒരു കാര്യം ഓർത്തത്? എനിക്കൊരു മെയിൽ അയക്കാനുണ്ട്. ഇന്റർവ്യൂവിന് വന്നപ്പോഴാണോ മെയിൽ അയക്കുന്നത്? അതൊരു അത്യാവശ്യ മെയിലാണ്. ഇന്റർവ്യൂവിനേക്കാൾ അത്യാവശ്യമായി എന്ത് മെയിലാ എന്റെ പാറു? അതെന്റെ ഒരു ഒഫീഷ്യൽ മെയിൽ ആയതുകൊണ്ടാ. അതെന്റെ ഒരു പഴയ കോ ഇൻസ്ട്രക്ടറിന് അയക്കാനുള്ളതാ. എന്റെ പാറു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഇന്റർവ്യൂ ഞാൻ ടക്കേന്നങ്ങ് പാസ്സാക്കി വിട്ടേക്കാം. അല്ലാലും പാറുവിന് എന്ത് ഇന്റർവ്യൂ? നമുക്കിങ്ങനെ ഇരുന്ന് ഇങ്ങനെ അയ്യോ ദേവേട്ടാ, ഞാൻ അല്ല റോയിച്ചോ, അയ്യോ എന്താ ഇവിടെ? ഞാൻ പഴയൊക്കെ മറന്നു വിചാരിച്ചു. മറന്നോന്നൊരു സംശയം. ദേവേട്ടനെ റോയ്ക്ക് അറിയാൻ മേലേ? റോയ് ഒരു കാര്യം പറഞ്ഞാ പിന്നെ ഞാൻ തട്ടിക്കളയൂ? എനിക്കത് കേട്ടാ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങാം. പിന്നെന്താ, എന്നാ പിന്നെ ചെന്നാട്ടെ. മോളെ സൂക്ഷിച്ചു പോണേ. അല്ല, ഇന്റർവ്യൂവിന്റെ കാര്യം എന്താന്ന് MD ചോദിച്ചാ ഞാൻ എന്ത് പറയാം? അത് ദേവേട്ടൻ സൗകര്യമായിട്ട് ആലോചിച്ച് എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി. ഓക്കെ ഓക്കെ ഓക്കെ. വാ. കട്ടി കിട്ടിയനെ പാലപ്പാണ്ട കൈ കണ്ടില്ലേ? പിന്നെ സൈസാ ഉണ്ടോ അരത്തിന്? സത്യം പറഞ്ഞ ദേവേട്ടന്റെ മോൻ കണ്ടപ്പോ തന്നെ എനിക്ക് ചിരി വന്നു. അല്ല, പഴയതൊന്നും റോയ് പറഞ്ഞത് മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി എന്താന്ന്. ഇപ്പഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. നിന്റെ മിസ് കോൾ ഉണ്ടപ്പോ ഞാൻ കരുതി കൂടെ വന്ന ആളെ കാണാൻ വേണ്ടി മാനേജർ വിളിപ്പിക്കുന്നതായിരിക്കും. വന്ന് കേറിയപ്പോഴല്ലേ മനസ്സിലായേ സംഗതി ഇതാന്ന്. ദേവേട്ടൻ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അതങ്ങനെ പലയിടത്തായിട്ടുണ്ട്. പിന്നെ കൂട്ടത്തില് LICയുടെ പണി വേറെ ഉണ്ട്. ആള് കൊള്ളാലോ ദേവേട്ടൻ. മാസം നല്ല കാശുണ്ടാക്കുന്നുണ്ടാവും അല്ലേ? ആള് കോഴിയാണെങ്കിലും അധ്വാനിയാണ്. അല്ല,
റോയ്ച്ചനിപ്പോ എങ്ങോട്ടാ? കോഫി ഷോപ്പിലേക്ക് നീ വരുന്നില്ലേ? അപ്പം ഞാൻ കരുതി നീ തിരിച്ച് ദേവേട്ടന്റെ ഓഫീസിലേക്ക് പോകണമെന്ന്. അയ്യോ എന്റെ പൊന്നോ, ഞാനില്ലേ. അതിലും ഭേദം കോഴിക്കടയിൽ നിൽക്കുന്നതായിരിക്കും അല്ലേ? സത്യം. ഹായ്. 5 പേരുടെ കയ്യിൽ നിന്നും 50,000 വെച്ച്. അപ്പൊ സുനില് 25,000 രൂപ കിട്ടും. 25,000 രൂപ ആ 5 പേരുടെ 50,000 രൂപ വെച്ച് വാങ്ങിയാലോ? ആ നീ ഇതാണോ സ്കൂളിൽ ഹോട്ടൽ മാനേജറിലൊക്കെ പഠിച്ചത്? 2.5 ലക്ഷം രൂപ. ആണോ? ആ അത് തന്നെ. 50,000 വെച്ച് ഒരു പരിചയം ഇല്ലാത്തവന് കൊടുക്കണോ? പിന്നെ നമ്മളെ കളിയന്മാരല്ലേ. ഞാൻ ഏതായാലും അവന് 50,000 കൊടുക്കാൻ പോവാ. വെരി ഗുഡ് ടോണി. ഒരു 40 പോരെ? എടാ ഏച്ചിത്തരാൻ പറയാതെടാ, സ്വപ്നത്തിലെങ്കിലും ഒരു നല്ല കാര്യം ചെയ്. ശരിയാടാ അനന്തേ, വിട്ടേക്ക്. ഒരു 10,000 കൂടിയല്ലേ ഉള്ളൂ, കൊടുത്തേക്ക്. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആ അവൻ ആലോചിച്ച് പറയട്ടെ. ഞാൻ എന്തായാലും 50,000 രൂപ കൊടുക്കും. പിന്നെ റോയ്ച്ചനും പാറുവും കൊടുക്കുവോ എന്നാണ് ഒരു സംശയം. അവരേതായാലും സമ്മതിക്കും. പ്രത്യേകിച്ച് റോയിച്ചൻ. അയാൾക്ക് ഈ ദാനധർമ്മത്തിന്റെയൊക്കെ പ്രാന്തമുള്ള ആളാ. ആർക്കും എന്തും വാരി കോരി കൊടുക്കും. അതിന് പിച്ചക്കാരനാണെങ്കിൽ പോലും. അപ്പൊ 25,000 രൂപ സുനിലിന്. 25,000 അല്ലടി, 2.5 ആ ലക്ഷം. അപ്പൊ 2.5 ലക്ഷം. എന്നാൽ ഇവന്റെ ഏച്ചത്തിനെ ആലോചിക്കുമ്പോഴാ. ആ, 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 റോയിച്ച. എന്തെല്ലാരും കൂടി ഒരു ഗൂഢാലോചന. അതെ റോയ്ച്ച, ആനന്ദ് ഒരു ലോട്ടറി എടുത്തു. ഏതാണ്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന മട്ട. ഇപ്പൊ എന്തായി? ഇവന്മാർക്കും പിടിച്ചോ ലോട്ടറിയുടെ ക്രേസ്? റോയിച്ച, 1.5 കോടി രൂപ കിട്ടിയ 30 ലക്ഷം വെച്ച് നമുക്ക് 5 പേർക്കും വീതിച്ചെടുക്കാം. പിന്നെ ഒരു ചെറിയ ഒരു 50,000 രൂപ സുനിലിന് കൊടുക്കണം. കുഴപ്പമുണ്ടോ? 50,000 അല്ലേ? കുഴപ്പമില്ല. നീ പാറു, നിനക്കോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്നിട്ടാ ടിക്കറ്റ് എവിടെ? അങ്ങനെ ചോദിക്കും റോയ്ച്ച. അത് എന്റെ അണ്ടർ കസ്റ്റഡിയിൽ വെച്ചിരിക്കുക. അണ്ടർ കസ്റ്റഡിയാ? ആ ടിക്കറ്റും കിടക്ക്. റോയിച്ച, ടോണി, അല്ലെങ്കിൽ തന്നെ മക്കൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവരെ നോട്ടം കിട്ടാത്തതിന് നല്ല കുറവുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ ലോട്ടറി കളി വേണ്ട. ഇനി ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയും പ്ലാനിങ്ങും ഷെയറിങ്ങും വേണ്ട. പണ്ടൊരു മലർപ്പൊടിക്കാരന്റെ കഥയുണ്ട്, കേട്ടിട്ടുണ്ടോ നീയൊക്കെ? ആ ടിക്കറ്റ് ഇങ്ങനെ എന്നിട്ട് കഥ പറഞ്ഞു റോയ്ച്ച. ആ എന്ത് പൊടിക്കാരെന്നാ പറഞ്ഞേ? കഥ പറച്ചിലോ ഉപദേശം എന്ത് വേണോ കേട്ടോളാം. ആ ടിക്കറ്റ് ഇങ്ങനെ റോയിച്ച. ഇനി ഈ ടിക്കറ്റ് എന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ഞാൻ തരില്ല. റോയ്ച്ച, അത് വേണം. ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കയ്യിൽ വേണേ ടിക്കറ്റ് ഒക്കെ വേണ്ടത്. നീ പൊടി കൊടുത്തു. ആ ടിക്കറ്റ് ഇങ്ങനെ റോയിച്ച. ഇതടിച്ചാലും അടിച്ചില്ലേലും ഇത് നിങ്ങളുടെ അവസാനത്തെ ലോട്ടറിയാ. ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരം ഇവിടെ വേണ്ട. മനസ്സിലായല്ലോ? ഇനി അതിനെ കുറിച്ചൊന്ന് ആലോചിക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആലോചിക്കരുത്. ഓടാ അവിടുന്ന്. കാമധേനുവിന്റെ ഫലം 10 രൂപയില്ല, 100 രൂപയില്ല, 50,000 ഇല്ല. പിന്നെ ഫസ്റ്റ് പ്രൈസ് ആർക്കാണാവോ? എടാ ടോണി, അടിച്ചടാ. എപ്പോ? നിന്നെല്ല ലോട്ടറി അടിച്ചടാ. 3 0 0 0 2 8 1.5 കോടി അടിച്ച. എടി സാറ് പറ. അല്ല പാറു സാറാ, ഓടി വാ. എന്താടാ 1.5 കോടി അടിച്ചടി. സത്യം? സത്യം. അയ്യോ നോക്കട്ടെ. നമുക്ക് ലോട്ടറി അടിച്ചടാ. 1.5 കോടിയാ കിട്ടാൻ പോന്നെ. ഞാൻ നിനക്ക് എന്താണ് തരണ്ടേ? ഒന്നും വേണ്ട, ആ ലോട്ടറി ഒന്ന് തന്നാ മതി. രാവിലെ തന്നെ പോയി 1.5 കോടി മേടിക്കാം. ലോട്ടറി ലോട്ടറി റോച്ചന്റെ കയ്യിലല്ലേ? റോച്ചനെ വിളിക്കാം. അല്ല വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. റോച്ച എവിടെയാ? അവിടെയാണോ? ഒരു കാര്യം പറയാനുണ്ട്. അത് നമ്മുടെ ആനന്ദ് അന്നെടുത്ത ലോട്ടറി ഇല്ലേ, അത് അടിച്ചു. 1.5 കോടി. ഹലോ, എന്താടാ? കട്ടായി. എന്താണാവോ? ബാത്റൂമിലായിരുന്നോ? ഈ സമയത്താണോ ബാത്റൂം പോയി കിടക്കുന്നത്? എന്താ പറ്റിയേ? വയറ് ശരിയില്ലേ? എന്ത് പറ്റി റോയ്ച്ച? റോയ്ച്ച, ദൈവമേ, ഈ റോയ്ച്ചൻ എന്താ പറ്റിയേ? 1.5 കോടി അടിച്ച് അറിഞ്ഞ് റോയിച്ചിന്റെ ഉള്ള വിളി കൂടി പോയാ. റോയിച്ച റോയ്ച്ച,
എത്ര ഏട്ടാ? വല്ല പണിയെടുത്ത് ആദ്യം 10 രൂപ ഉണ്ടാക്കാൻ പാടില്ല. അവന്റെ ഒരു ലോട്ടറി. ഇന്നെടുക്കുന്ന ലോട്ടറിയോ? ആ ഇരിക്കട്ടെ. ഇത് നിനക്കുള്ളതല്ലോ. ദൈവമേ, ഏത് നേരത്താണോ ആ ലോട്ടറി എനിക്ക് വാങ്ങിക്കാൻ തോന്നുന്നു.